ഓ പസിക്കതടി. என் வயிறு கத்ததே. அந்த முதலாளி எங்க போய் தொலைஞ்சടി? ഇയാളിത് എവിടെ പോയി കിടക്കുവാണാവോ? സമയത്ത് എത്രയായി? അല്ലടി, ഇന്ന് കോഴി ഫാമിലി എഴുന്നേറ്റില്ലേ? ഹോ, ഇനി 3-നെ പിടിച്ചോണ്ട് പോയാ? ആര്? അല്ല, ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്. ഓ, ഇത് നെഗറ്റീവ് പറയാതെടി. തിരുവാ തുറന്ന് അപ്പ തന്നെ നെഗറ്റീവ്. ഞാനൊരു യാഥാർത്ഥ്യം വിളമ്പിയതാ. കൂടുതൽ വിളമ്പണ്ട. നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ. കോഴി ഗേൾസ്, കോഴി ഗേൾസ്, കോഴി ഗേൾസ്. ഡേ നീച്ചേ, ആര് വിളിക്കുന്നു? എണീക്ക്. എന്താണ്? ഇരി നേരം വെളുത്തൊരു പോ, അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ ഞാൻ. അയ്യോ പോയടി, പോയി. അയാള് പിന്നെ നമ്മളെ പറ്റിച്ച് മുങ്ങി. അതെ, കാലയിലൊക്കെ എട്ടു അഴിച്ചിരിക്കണ്. കള്ള പോവൻ വരട്ടെ അയാളിങ്ങ്. പപ്പും പൂളിയും പറിച്ചു കുടിഞ്ഞാണ് അയാളുടെ. അതാണ് അയാള് രാവിലെ കൂവാതിരുന്നത്. വരട്ടെ അയാൾ. ദേ എല്ലാ തവണത്തെയും പോലെ അല്ല, ഇത്തവണ സ്ട്രോങ് ആയിരിക്കണം. ഞാനെപ്പോഴും സ്ട്രോങ് ആണ്. നീയാണ് അയാളുടെ പഞ്ചാര വർത്താനത്തില് അങ്ങാലിഞ്ഞു പോണത്. ഇത്തവണ അങ്ങനെ ഇല്ല. ഇത്തവണ എന്റെ തനി കോണം അയാള് കാണാൻ പോകുന്നേ ഉള്ളു. വരട്ടെ അയാള്. എന്താടേ പാഞ്ഞു പറിച്ചു വരുന്നത്? ഒന്നും പറയണ്ട, ജീവനും കൊണ്ട് ഓടിയതാ. ഒരു നെല്ലട വ്യത്യാസത്തിലാ ജീവൻ തിരിച്ചു കിട്ടിയത്. എന്താണ് സംഭവം? ഞാൻ ആ വടക്കേ വീട്ടിലെ കോഴിക്കൂട്ടിൽ ഒന്ന് ചെന്നതാ. അതെന്തിനാടാ? പത്രം വായിക്കാൻ. അതിനോട് പത്രമൊക്കെ ഉണ്ടോ? ഈയിടെ മോറ ആ കൂട്ടിലെ പെടകൾ ഒറ്റയ്ക്കല്ലേ, എന്തെങ്കിലും കൈസഹായം വേണോന്നറിയാൻ ചെന്നതാ. അതിനവിടെ പോവാനില്ലേടാ? അവനുണ്ട്, ഞാൻ പോവുക. എടാ, അവൻ രാവിലെ ചിക്കി ചെയ്യാൻ പോവും, ഉച്ചക്കേ വരും. ആ സമയം എന്തെങ്കിലും ആവശ്യം ആ പാവങ്ങൾക്ക് വന്നാലോ? സ്വാഭാവികം. എന്നിട്ട് ഞാൻ അങ്ങോട്ട് കേറിയതും ആ വീട്ടിൽ അവരുടെ ആ ഗൾഫിലുള്ള കെട്ടിയോനില്ലേ, പല്ല് തേക്കാനായിട്ട് പുറത്തേക്ക് വരുന്നടാ. എന്റെ മുട്ട് നെഞ്ചത്തിരിക്കണ സ്പീഡ് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു ഞാൻ. അതിന് നീ ഓർഡർ എന്തിനാടാ? അയാൾക്കറിയാൻ പാടില്ലല്ലോ നീ അവിടത്തെ വീട്ടിലാണോ ഇവിടത്തെ വീട്ടിലാണോ എന്ന്. എടാ മണ്ടച്ചാരെ, അയാളെ ഗൾഫിൽ നിന്ന് പണി നിർത്തി പോന്നതല്ല, കഞ്ഞിൻ ചമ്മന്തി അല്ല അയാൾക്ക് കൊടുക്കണത്. അയാൾ തിരിച്ചു പോകും. ഉറപ്പായിട്ടും ഇന്ന് ചിക്കൻ കറി ആയിരിക്കും. വെറുതെ കുക്കറിൽ കിടന്ന് വേഗണ്ടെന്നോർത്ത് ഞാൻ ഇങ്ങ് പോന്നടാ. എന്നാ ഇവിടത്തെ അടുപ്പിലോട്ട് കേറിക്കോ. നിന്റെ 2 ഇവിടത്തെ പെടകള് നിന്നെ വെൽക്കം ചെയ്യാൻ കൂടിന്റെ മുന്നിൽ നിൽപ്പുണ്ട്. ചെന്ന് കേറിക്കോട്. കോഴി പരമ്പര ദൈവമേ, നിങ്ങൾ കണ്ടോളാ. ഒരു 2-ന് ഞാനിപ്പോ ചുരുട്ടിക്കൂട്ടി കാഴ്ചത്തിലെടുക്കും. എവിടെയായിരുന്നു രാവിലെ? എവിടെയായിരുന്നു രാവിലെ? ഉത്തരം പറഞ്ഞിട്ട് കേറിയാ മതി. കാലയിലെ കയറും പൊട്ടിച്ച് ഞങ്ങളറിയാതെ വെളുപ്പാങ്കാലത്തെ കൂവല് പോലും ഒഴിവാക്കി ആരെ കാണാനാണ് ഇയാൾ പോയത്? താൻ ഇതിന് ഉത്തരം പറഞ്ഞിട്ട് കൂട്ടി കയറണോ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. பூவரு பேஷா கிடைச்சடி. அந்த வெள்ளக்கோழി ഭയങ്കരமான പെമ്പുള്ളേടി. കിട്ടട്ടെ, അവൻ അല്ലേലും 2-ണത്തിന്റെ കുറവുണ്ട്. എടാ നാക്കറി പോടോ, പൊത്തുകൊള്ളണമെങ്കിൽ പറ. അവത്തോട് കേറടി, നീ ഞാൻ കാണിച്ചു തരാം നിന്റെ കാര്യം. ഏതു കാര്യം? ഞങ്ങളെ ഇനി വെറുതെ പറ്റിക്കാമെന്നൊന്നും കരുതണ്ട. നീ മിണ്ടാടി, ഇങ്ങ് വന്നേടി വെള്ള മൂദേവി. എന്താടിയത്? മനസ്സിലായില്ലേ? മുട്ട. ഓ, ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്. വിഷയം മാറ്റല്ലേ? മുട്ടയായിരുന്ന? എനിക്ക് മനസ്സിലായില്ല. ഇടി, ഇത് ആരുടെ മുട്ടയാണെന്ന്? എന്റെ മുട്ട, അല്ലാതെ നിങ്ങളുടെ മറ്റവളുടെ അല്ല. ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി, കൂടുതൽ വാദം ഉറക്കണ്ട. നിന്റെ മുട്ടയല്ലേ, അല്ലാതെ മാറ്റി പറയത്തില്ലല്ല. പിന്നെ എന്റെ മുട്ട അല്ലേ? ഞാനെന്തിനാന്ന് മാറ്റി പറയുന്നത്? അല്ലെങ്കിൽ കോഴിപ്പറമ്പ് തറവാട്ടിലുള്ളവരൊക്കെ കാല പോയാലും മുട്ടയൊന്നും മാറ്റി പറയാറില്ല. ഇതിന്റെ കളർ എന്താടി? കണ്ടൂടെ? ബ്രൗൺ. നിന്റെ കളർ എന്താടി? ഇത് കണ്ടൂടെ? വെള്ള, നല്ല വെള്ള. അറിയത്തില്ലേ? എന്റെ കളർ എന്താടി? വെള്ള. ആണല്ലോ. ഈ മുട്ടയ്ക്ക് ഈ കളർ എങ്ങനെ വന്നടി? എങ്ങനെ വന്നു പറ. അതെ പൂവേട്ടാ, അതെ. എന്താ വിളിച്ചേ? ഒന്നൂടെ. പൂവേട്ടാ, പൂവേട്ടൻ വല്ലതും കഴിച്ചായിരുന്നോ രാവിലെ?
ഇത്തിരി പുഴുക്കലത് ഇരിപ്പൊണ്ടെടുക്കട്ടെ. ഹോ, എന്ത് നൈസായിട്ടാണ് ആ തെണ്ടി പ്രശ്നം സോൾവ് ചെയ്തത്. ഇവന്റെ തലയെ വരച്ച പേന കൊണ്ട് എന്റെ ചന്തിക്കെങ്കിലും വരച്ചാൽ മതിയായിരുന്നു.